അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുമായി ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഒരൊറ്റ കോഴിമുട്ടയുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് പോവാം. പാനിലോട്ട് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളകും. ഇവ രണ്ടും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. രാവിലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഒരുപാട് കോഴിമുട്ട വേണമെന്നില്ല. ഒറ്റ കോഴിമുട്ടയുണ്ടെങ്കിലും 3 പേർക്കൊക്കെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/4 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയുടെ കളർ ചേഞ്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ളിയെല്ലാം ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇത്രയും പൊടികൾ മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളി ഉടയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ മുട്ട പൊട്ടിച്ച് കലക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റായിട്ട് മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാവുന്നതുമാണ്. എന്നിട്ടിത് കൈയെടുക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇത് നല്ലോണം ഒന്ന് ഒരു 2 മിനിറ്റ് ഇത് കൈയെടുക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മുട്ട വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം.
മുട്ട വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനു മേലെ അതും ഒന്നും ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മുട്ടക്കറി ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി